ഇൻസ്പെക്ടർ പയ്യനെ കൊന്നവൻ പോലീസിന് സറണ്ടർ ചെയ്യണമെന്നാണ് കുമ്പാരി പറയുന്നത്. മച്ചാനെ, പോലീസിൽ ഇപ്പോഴും തന്തക്ക് പറഞ്ഞവന്മാര് ബാക്കി നിൽക്കുന്നുണ്ട്. ആ കമ്മീഷണർ എങ്ങനെ ഇക്കാര്യത്തിൽ രാജിവെച്ചാ പിന്നെ അവന്മാര് നോക്കി നിൽക്കില്ല, തൂക്കും. പണിഞ്ഞവൻ ആരായിരുന്നാലും. അത് ശരിയാ, പിന്നെ ഇവിടെ കൊണ്ട് നിന്നൊന്നും വരില്ല. പോലീസുകാരുടെ പുല്ലും ചെയ്യില്ല. ഇനി ആ കമ്മീഷണർ പോകണമെങ്കിൽ പറഞ്ഞോ. ചുമ്മാ പുകയും മരുന്ന് അടിച്ചു കിട്ടിയ ധൈര്യത്തിൽ ഡയലോഗ് വിടല്ലേ. അതിന് മാത്രമുള്ള ദാദാഗിരി ഒന്നും ഉണ്ടായില്ല. നീയൊന്നും വളർന്നിട്ടില്ല. കുമ്പാരി, ഇൻസ്പെക്ടർ അശോകനെ കൊന്ന കേസ് തെളിയാണെങ്കിൽ തൂങ്ങേണ്ടത് ഞാനാ. എന്റെ കത്തിക്ക് അവൻ തീർന്നത്. അതെ, ഇവന്മാർക്ക് പറ്റാഞ്ഞിട്ടല്ല, പ്രാണം വിടുമ്പോഴുള്ള കരച്ചിലുണ്ടല്ലോ, അതിങ്ങനെ ക്ലോസ് റേഞ്ചിൽ കേൾക്കാൻ വേണ്ടിട്ട് ഞാനാ ചങ്കിനകത്തേക്ക് കത്തി കുത്തി ഇറക്കിയത്. ഞാൻ കീഴടങ്ങണോ? വേണ്ടല്ലോ. അപ്പൊ പിന്നെ അടുത്ത പ്രശ്നം കുമ്പാരിയുടെ കമ്മീഷണറുടെ മുഖം രക്ഷിക്കലാണ്. അത് നടത്താം. ഒരുത്തനെ കിട്ടിയാ പോരെ, പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത, പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ. എന്താ പിള്ളേരെ? കിട്ടും, അത് ഞാൻ ഏറ്റു. എന്താ ഷൺമുഖ? എന്തേലും കാണിക്കും, എനിക്കറിയണ്ട. സാബു, നീ പറഞ്ഞവന്റെ ഡീറ്റെയിൽസ് എടുക്ക്. ഏതോ ഒരു ഇൻഫോർമർ ചെയ്യുന്ന ഒരു ഫോൺ കോൾ, പേരിനൊരു പ്രതിയെ കിട്ടിയ പിന്നെ എല്ലാ അന്വേഷണങ്ങളും ആവലാതികളും ഞാൻ നിർത്തിക്കും. അതിന് അവനെ ഉപയോഗിക്കാം. മന്ത്രി ബ്രാഞ്ച് ഒരു ചാപ്റ്റർ അങ്ങനെ തീർന്നു കിട്ടും, വളരെ ഭംഗിയായിട്ട്. ஒரு தடவை சொன்னா 100 தடவை சொன்னமா முடிச்சிட்டு தரேன், 1000 செட் தரேன். அது காலேஜ் போயிட்டேன். அந்த சேல பாருங்க, வாங்க ப்ளீஸ். நான் வரேன். நானே கார்ல உங்களை உனக்கு சீட்டு கிடைச்சாச்சு. ஆமா, நீங்க வரைக்கும் என்ன பேசுறீங்க? என்ன சொன்னீங்க? ഷൺമുഖൻ, ഐ എം ലക്കി. ഇൻഡസ്ട്രേറ്റ് ചെയിനിലുള്ള മോഷ്ടാവാണ് പ്രതി. ഒരുപാട് മോഷണ കേസുകൾ കൂടി ഇതോടെ തെളിയും. ഇനി എന്തായാലും പ്രശ്നമല്ല, ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യാം. ഏത് പട്ടണത്തിന്റെയും ശാപമാണ് സാർ ഇങ്ങനെ മേൽവിലാസമില്ലാത്ത കുറെ ജനങ്ങൾ. ഊരും പേരും ഇല്ലാത്തവന്റെ വർഗത്തിൽ നിന്ന് നമുക്കൊരുത്തനെ മോഷ്ടാവാക്കാം, കൊലയാളിയാക്കാം. അവന് വേണ്ടി രംഗത്തിറങ്ങാൻ ഒരു കൊടിയുടെയും നിറവും ബലവും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് രക്ഷയാണ്. പ്രതിയെ പിടിച്ചു എന്ന് സാറിന് ഈ ലോകത്ത് നോക്കി അഹങ്കാരത്തോടെ വിളിച്ചു പറയാം. ഷൺമുഖനോട് മാത്രം പറയും. പറഞ്ഞാൽ വെളുപ്പിന് 4:30 ഏറ്റുമാനൂർ ഫാസ്റ്റിൽ കയറി പൂച്ചത്രിക ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് പറ എന്നെനിക്ക് തിരിച്ചു പറയേണ്ടി വരും. പോട്ടെ സാർ. நான் கொல்லல சார். அந்த இன்ஸ்பெக்டர் எனக்கு தெரியாது சார். டோபி வேலை செஞ்சு போச்சிட்டு இருக்க சார். என்ன அடிக்காதீங்க சார். നോയിന്റെ മക്കളെ, ആരുടെ അമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കിയ കുറ്റമാണ് അവൻ ഏക്കേണ്ടത്? 3-ാം മുറ കട്ടിലെ കിടന്ന് തൊണ്ട നടക്കാൻ തുള്ളി വെള്ളം കിട്ടി ചാവിലിടാ നീയൊന്നും. പാന്നിക്ക് പറഞ്ഞ കുരിപ്പുകളെ. கடவுளே, இன்னும் என்னென்ன கஷ்டத்தை என் தலையில எழுதி வச்சிருக்கோம் சாமி. എന്താടാ നമ്മ എഴുമലയെ പോലീസ്? പോടാ, നിങ്ങളൊക്കെ അവന്റെ കമ്പനിയല്ലേ, എല്ലാത്തിനെയും പോലീസ് പൊക്കും. പോടാ, എവിടെയെങ്കിലും പോയി ഒളിക്കാൻ നോക്ക്. വാടി, നിന്റെ മാപ്പിള പാണ്ടിയാള് കൊള്ളാലടി. സാർ, ഉണ്മയില്ല, അവർ ഒരു തപ്പും ചെയ്യില്ല സാർ. ആ, നീക്കറിയാതെ ഷൺമുഖൻ എന്ന് കേട്ടോ നീ? നമ്മുടെ ബോസാ. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് അവന് നിറക്കാൻ പറ്റും നോക്കട്ടെ. உங்களுக்கு கோடி புண்ணியம் கிடைக்கும் சார்.
അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ വയ്യാത്ത നായി. മോളെ ആന്റെ ബാബുവേട്ടന്റെ മോളെ, എന്താ പ്രശ്നോ? നായ നീ എന്താ പാത്തു നോക്കണത്? ആശാന്റെ മൂഡ് എങ്ങനെയാ? നല്ല ഫസ്റ്റ് മൂഡല്ലേ? നീ ഇതുവരെ പിന്നീന്ന് കേട്ടിട്ടില്ലേ? ഡോഗ് ബാബു ഷൺമുഖാന്റെ മൂഡ് കാണാൻ എന്നോട് മാപ്പാക്കണം. കോപ്പാക്കാൻ നിന്നെ ഇപ്പൊ എന്താ ഇങ്ങോട്ട് എടുത്തത്? ആശാൻ വിക്ടറിയിൽ മുറിയെടുത്ത് നിറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇന്ന് എന്തെങ്കിലും നടക്കുന്നു. ദാ കൊണ്ടുവന്നിട്ടുണ്ടേ, നല്ല കിളിയാ കിളി. ഏത് വണ്ടിയിലെ കിളിയാടാ? നീ വലിയ കൊണാരടിക്കാൻ നിൽക്കാതെ കാര്യം പറഞ്ഞു തോല. വേണ്ടാന്ന് പറയരുത്, ഞാൻ കൊണ്ടുവന്നല്ലേ. ഐശ്വര്യമായിട്ടും തൊട്ട് ക്ലിയറൻസ് തരണം. കുറച്ചു കാലം പച്ചരി മേടിക്കും ഈ ഒരു ഐറ്റത്തെയും വെച്ച്. ഞാൻ വിളിക്കേ. വല്ല വെസ്റ്റാൻഡ് ഇറങ്ങണ കൂതറാണെ നിന്റെ പൂച്ചത്തിർക്കാൻ വിളിക്കും. എന്നെ കൊന്നോ? ഒന്ന് തൊട്ടാ പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നാ. ഞാൻ വിളിക്കേ. ഞാൻ താഴെ വണ്ടിയിലുണ്ടാവും. ആന്തോ വാ വാ, ബാബുവേട്ടല്ലേ വിളിക്കുന്നത്? അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വെട്ടത്തോട്ട് നിക്കടി. വെള്ളോടിക്കൂടി. വരണ ഒഴിച്ചങ്ങ് പിടിക്കടി. നീ എവിടെ നടി പാണ്ടിച്ചേ? എടി മൈഥിലി, നിന്നോടായി ചോദിക്കുന്നതൊക്കെ. புருஷனை போலீஸ் பிடிச்சிட்டு போயிட்டாங்க சார். அவர் எந்த தப்பும் செஞ்சதில்ல. எதுக்கு பிடிச்சாங்க, எங்க கொண்டு போனாங்கன்னு எதுவும் தெரியல சார். அந்த ஆளு தாங்க சொன்னாரு. சார் பார்த்து சொன்னா போதும், சார் நினைச்சா உன் புருஷனை வெளியே கூட்டிட்டு வந்துடலான்னு. அதனாலதான் நான் இங்க வந்தேன் சார். எனக்கு ரொம்ப பயமா இருக்கு சார். சார், நான் இன்னொருத்தனுடைய பொண்டாட்டி. என்ன தப்பா நினைச்சுக்காதீங்க சார். தயவு செஞ்சு என்ன விட்டுருங்க. உங்களை கெஞ்சி கேட்டுக்கிறேன். പന്നിക്ക് പറഞ്ഞ നായെ, ആ പെണ്ണിനെ അവിടെ താമസിക്കുന്നിടത്ത് കൊണ്ടാക്കണം. വഴി കച്ചവടത്തിനുണ്ടോ? ഇല്ല, വീട്ടിൽ കൊണ്ടാക്കാം. അവള് വാതിൽ അടച്ചിട്ട് ഞാൻ പോരും. ഇനി ആ പെണ്ണിനെ നീ കണ്ടു എന്നറിഞ്ഞ വെട്ടി പീസായി കളഞ്ഞ പിടിച്ചിനോടാ. മോളെ ആന്തേ, പോവാ പോവാ നമുക്ക്. സാറേ, ആ തമിഴത്ത് വന്നിന്ന് കരയണ്. താനെന്താ തമിഴ്നാട്ടിലേക്ക് പോകുന്നു? ആ തമിഴത്ത് വന്നിന്ന് കരയണെന്ന്. അതാ ചോദിച്ചത്. ഏത്? ഇന്നലെ നായ വിക്ടറി കൊണ്ടുവന്നില്ലേ, അവിടെ കാണാവനെ കാപ്പാത്തണമെന്നും പറഞ്ഞ് പോവാൻ പറഞ്ഞിട്ട് പോണില്ല. ആ കുറിച്ച് എങ്ങനെ ഇവിടെ എത്തി? சார், நீங்க மனசு வச்சா என் புருஷனை காப்பாத்த முடியும். அவர் இன்ஸ்பெக்டர் கொன்னுட்டு தான் எல்லாரும் சொல்றாங்க. அவரால் எறும்பு கூட கொல்ல முடியாது சார். நீங்க தான் தயவு பண்ணணும். എടി, ഞാൻ നിന്റെ കണവനെ എന്ത് ചെയ്തെന്നാ? നീ എന്തിനാ ഇവിടെ വന്നെന്ന് കറിയുന്നേ? എടി, ഞാൻ പോലീസ് ആണെങ്കിലും അങ്ങനെ ഒരു പോലീസ് അല്ല. നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടു. ചെല്ല്. இல்ல சார், நீங்க நினைச்ச என் புருஷன் எனக்கு கிடைப்பாரு. എന്റെ പേരിലേ ഷൺമുഖനുള്ളൂ, ഞാൻ കടവുളൊന്നുമല്ല. നീ സ്ഥലം വിടാൻ നോക്ക്. என் மானத்தை காப்பாத்தன உங்களால என் தாலியை காப்பாத்த முடியும் சார். ഇച്ചിരി മനുഷ്യപ്പറ്റി കാണിച്ച അവസാനം എനിക്ക് തന്നെ പാരയാവുന്ന സ്ഥിതിയാവരുത്. എടി, എന്നോട് വന്ന് പരാതിപ്പെട്ട് കാര്യമില്ലാന്ന് നിന്നോട് ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. അതെനിക്ക് തമിഴ് അറിയാൻ പാടില്ലാഞ്ഞിട്ടാ. ഇനി വേണമെങ്കിൽ മമാലി ഒന്ന് തമിഴ് പറഞ്ഞു കൊടുത്തേ. നീ വന്ന് ഇപ്പടി ഓടി ഷൺമു സാർ കയറിയാട്ട്. മമ്മാലി തമിഴെടുത്ത് വീശാണ്ടല്ല, പെണ്ണാന്നൊന്നും ഞാൻ നോക്കിയല്ല. വീട്ടിക്ക് പോടി. നീ ഏതാടി? അവന്റെ പിത്തളാട്ടത്തിന് മയങ്ങി മടിക്കുത്ത് അഴിച്ചു കൊടുത്താ നീ? അമ്മ, അവർ ഉങ്ക പിള്ളേ അമ്മ. അവൻ പിള്ളേനായിരുന്നല്ല, കണ്ണി ചോരലിയാത്തി 1-ാം നമ്പർ പെറുക്കിയ. ഇപ്പൊ കിണിങ്ങിട്ടൊന്നും കാര്യമില്ല. സൂക്ഷിക്കാനുള്ളത് പെണ്ണുങ്ങൾ സൂക്ഷിക്കണം. അവിടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടായിരുന്നോ? തമിഴന്മാര് തന്നെ, കാഴ്ചക്ക് ബുദ്ധിയും ബോധമുള്ള. അങ്ങനെയുള്ളവരാരെങ്കിലും അവറ്റയുടെ കൂട്ടത്തിൽ കാണുമോ? അതുകൊണ്ടല്ലേ ഇത് പുറത്തറിയോ പത്രക്കാരുടെ ജീവിലെത്തുകയോ ചെയ്യായിരുന്നു. അതെ,
അതുകൊണ്ട് തന്നെയാണല്ലോ കുമ്പാരി ഊരും പേരും അറിയാത്ത ഒരു പാണ്ഡ്യെ പോലീസിലിട്ട് കൊടുത്തത്. പക്ഷെ കൈ നിൽക്കും തോന്നില്ല. അവള് ചങ്കത്തിടിച്ച് വിളിയാ. ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തനം കയറി ഏറ്റാ പിന്നെ സംഗതി വെളി വരും. പത്രക്കാരൻ ടി വിക്കാരും കൂടെ തച്ചിനിരുന്ന് പണിഞ്ഞ് അലമ്പാക്കും. എനിക്ക് പങ്കില്ലാത്ത ഇടപാടായത്, അത് ഓർമ്മയുണ്ടല്ലോ. നമ്മള് തമ്മിൽ പങ്ക് പറയണ. എന്റെ ചൂണ്ടക്ക നിന്റെ ചൂണ്ടക്ക കൊത്തിയെന്ന് നോക്കാതെ ഒരുമിച്ച് വലിച്ച് കരക്ക് കയറ്റിയ പതിവല്ലേ ഉള്ളൂ നമുക്ക്. നല്ലതിനാ അവള് നിന്റെ കയ്യിൽ തന്നെ വന്നത്. ഞാനതിനെന്ത് കാണിക്കാനാ? ഈ ഒരു വാക്കങ്ങട് കൊടു, അതിലവള് തൽക്കാലം അടങ്ങട്ടെ. നീ ചുമ്മാ പറ, കൈ നിർത്തൊന്നുമില്ലല്ലോ. ബാക്കി കാര്യം എന്താന്ന് വെച്ചാ ഞാൻ നോക്കിക്കോളാം. കാണാൻ ബർക്കത്തുണ്ടോ മമാലി? മീഡിയം സ്ട്രോങ്, പഞ്ചാര കമ്മി. കുമ്പാരിക്ക് ഉപ്പ് നോക്കാൻ മാത്രം ഇല്ലേ മമാലി? കുണഞ്ഞ വർത്തമാനം പറയുന്നു. എന്ത് പണ്ടാരോലും കാണിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ പോലെ കുമ്പാരി, ഒന്ന് പിടിപ്പിച്ചിട്ട് ഒരു പിടി ചോറ് തിന്നിട്ട് പോ. മമാലി, അവളുടെ കാര്യം ഏറ്റവും ഒന്ന് പറയിപ്പിക്കണം ഷൺമു സാറിനെ കൊണ്ട്.